അച്ഛൻ അറിയുന്ന തന്നെയില്ല. രാവിലെ 6:30 മണിയാകുമ്പോ അച്ഛന്റെ അവര് താമസിക്കുന്ന വീട്ടിലേക്ക് 13 വയസ്സുകാരനായ മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വരികയും ഇവനെ പിടിച്ച് അവന്റെ ബെഡ്റൂമിൽ നിന്ന് ഉറങ്ങുന്ന അവനെ കുത്തിപ്പിടിച്ച് വലിച്ച് പോലീസുകാർ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി അവനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആ പാരന്റ് പറയുന്നുണ്ട്, പാരന്റ്സിനൊക്കെ കൂടെ അവര് വരാൻ അനുവദിക്കുന്നുണ്ട്. കാരണം ഓൺലി 13, ഹീസ് ഓൺലി ഹിസ് 13. ഇവിടെ എവിടെയോ ഒരു സ്ട്രെച്ച് മാർക്ക് കണ്ടപ്പോ അവര് പറഞ്ഞു ഇവനെ മുഴുവനായിട്ട് ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം, മുഴുവനായിട്ട് ഡ്രസ്സ് അഴിച്ചിട്ട് അവനെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പം വാട്ട് ആർ യു സേയിങ്, ഹീസ് ഓൺലി ഹിസ് 13. നിങ്ങൾ എന്താ പറയുന്നത്? അവന് എന്തൊരു ഇൻസൾട്ട് ആയിരിക്കും അത്. അതുപോലെ തന്നെ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പാരന്റ് അച്ഛൻ കൂടെ ഇരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് മകനെ നീ പിന്നെ എവിടെയായിരുന്നു രാത്രി, ഇന്നലെ രാത്രി 10-10:30 വരെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതേ വീട്ടില് അന്തി ഉറങ്ങുന്ന രാത്രി ആ വീട്ടിലുള്ള അച്ഛൻ പോലും അറിയുന്നില്ല മകൻ എവിടേക്കാ പോയത്. അവന് സ്മാർട്ടായിട്ട് ഉത്തരവും പറയുന്നുണ്ട്, നോ കമന്റ്സ്, നോ കമന്റ്സ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾക്കൊക്കെ അവൻ ഉത്തരം പറയുന്നത് നോ കമന്റ്സ്, നോ കമന്റ്സ്. അവൻ ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ. അങ്ങനെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ശേഷം അവനോട് ചോദ്യം ചെയ്ത് അവസാനം അവന്റെ ഇൻസ്റ്റഗ്രാമിൽ അവൻ പോസ്റ്റ് ചെയ്ത കാണാൻ പാടില്ലാത്ത ചില ഫോട്ടോസ് അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നീ പോസ്റ്റ് ചെയ്തതാണോ? അവന്റെ യെസ് എന്നുള്ള മറുപടിയിലാണ് ആ അച്ഛൻ തല കുനിച്ചു പോകുന്നത്. ഭാരം താങ്ങാനാകാതെ ആ അച്ഛൻ തളർന്നു പോവാണ്. കാരണം അവന്റെ ഐഡിയിൽ തന്നെ പോസ്റ്റ് ചെയ്തതാണ്, അത് ഷുവറാണ്. അതൊക്കെ കളർ പ്രിന്റ് എടുത്ത് പോലീസുകാർ ഇങ്ങനെ കൊണ്ടുവന്ന് ചോദിക്കാം. രാത്രി 10:30 വരെ അവൻ സ്പെൻഡ് ചെയ്ത അവന്റെ കൂട്ടുകാരിയുടെ കൂടെ അവൻ നിന്നതും ആ കൂട്ടുകാരിയും അവനുമായിട്ട് വാക്തർക്കം ഉണ്ടാകുന്നതും അവസാനം പാർക്കിൽ വെച്ച് കൂട്ടുകാരിയെ കിച്ചൺ നൈഫ് ഉപയോഗിച്ച് 4-5 പ്രാവശ്യം കുത്തുന്നതും കൊലപ്പെടുത്തുന്നതും ഒക്കെ CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ, വീഡിയോ ചിത്രസഹിതം കാണിച്ചു കൊടുക്കുമ്പോഴാണ് സ്വന്തം മകനെ അത്രത്തോളം കെയർ ചെയ്തുകൊണ്ട് പോലീസുകാരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന, എതിർത്ത് മീൻസ് അവരെ ചിലതിനൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന, എന്തിന് എന്റെ മകനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് അത്ഭുതപ്പെട്ടിരുന്ന ആ രക്ഷിതാവിന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്.